ഇത് കാണിക്കുന്നത് നമ്മുടെ റെഡ് റോസ് ചീര തന്നെയാണ്. അപ്പോൾ ഈ ചീര ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പിഴുതെടുക്കാതെ കട്ട് ചെയ്തെടുത്തൂടെ, നിങ്ങൾക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്തുകൂടെയെന്ന്. പക്ഷേ ഞാൻ എല്ലാ സമയത്തും അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. നമ്മൾ പിഴുതെടുക്കാറാണ് പതിവ്. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത നമ്മളെന്തായാലും ചീരയുടെ വിത്തുകൾ റെഡിയായിട്ട് വെച്ചിട്ടുണ്ടാവും, തൈകൾ. അപ്പോൾ അത് അടുത്ത് നടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് നല്ല ഫ്രഷായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ വിത്ത് ആയി നിൽക്കുന്ന ചീര ഒന്ന് കാണിക്കാം. ഇത് ഇതേ സീഡ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ നിർത്തിയിരുന്നതാണ് കേട്ടോ. ചെറുതായിട്ട് പൂക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെല്ലാം ഇത് പൂക്കൾ വന്നിട്ട് സീഡ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ മഴ പെയ്യുന്നത് കൊണ്ട് ഇതേ കണ്ടോ, ഇതുപോലുള്ള വൈറ്റ് കളറിലുള്ള ഒരു ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ അത് കേട് വരുന്നതാണ്. പക്ഷേ വിത്തിന് ആകുമ്പോൾ ഇത് പ്രശ്നമില്ലാന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. 2 ഗ്രോ ബാഗിലായിട്ട് നിൽക്കുന്നതാണ് ഇത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെയുള്ള വിത്തുകൾ ചെറുതായിട്ട് കിളിച്ച് നിൽക്കുന്നതും കൂടെ കാണിച്ചു തരാം കേട്ടോ. ചെറിയ തൈകളായിട്ട് നിൽപ്പുണ്ട്, കുഞ്ഞു കുഞ്ഞു തൈകൾ. അപ്പോൾ അതും കൂടെ കാണാം. ആണ് റെഡ് റോസ് ചീര. ഞാൻ പാകി കുറച്ച് ദിവസം ആയതേ ഉള്ളൂ കേട്ടോ. അതിനുള്ളിൽ കിളിച്ച് വന്നത് ഇങ്ങനെ ഇത്രയായി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.